അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 66-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 66-ാം സങ്കീർത്തനം. കോങ്കോ എന്ന ഒരു പ്രത്യേക ഗോത്രവർഗക്കാർ അവരുടെ ഒരു പ്രതിഷ്ഠയെ അഥവാ വിഗ്രഹത്തെ അവരുടെ ആത്മീയ പിതാവായി വിചാരിച്ചിരുന്നു. ആ പ്രതിമയെ വളരെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും വലിയ ഒരു കുഴിയിൽ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നു. ഭൂമിയുടെ പ്രതലത്തിലേക്ക് അവർ അവരുടെ ആത്മീയ പിതാവിൻ്റെ വിഗ്രഹം കൊണ്ടുവരികയോ അതിനെ കാണുകയോ ചെയ്യുകയില്ല. കാരണമായി കോങ്കോ എന്ന ഗോത്രക്കാർ പറഞ്ഞിരുന്നത് അവരുടെ ആത്മീയ പിതാവിനെ നോക്കിയാൽ മരിച്ചു പോകുമെന്നായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ബൈബിളിലെ നമ്മുടെ സ്വർഗീയ പിതാവ്. അവൻ്റെ വിഗ്രഹങ്ങളോ ഫോട്ടോയോ ഉണ്ടാക്കുവാൻ അവൻ ആരെയും അനുവദിച്ചിട്ടില്ല. നമുക്ക് ക്രിസ്തുവിൽ കൂടി നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുഖത്തേക്ക് ധൈര്യത്തോടെ നോക്കുവാൻ അനുവാദമുണ്ട്. നാം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുഖത്തേക്ക് ക്രിസ്തുവിൽ കൂടി നോക്കിയാൽ മരിക്കുകയല്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ പിതാവിൻ്റെ മുഖത്തേക്ക് നാം നോക്കേണ്ടത്. നാം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മുഖത്തെ മ്ലാനതയും ഹൃദയത്തിലെ വ്യസനവും നീങ്ങിപ്പോവുകയും മുഖം സന്തോഷത്താൽ തിളങ്ങുകയും ചെയ്യും. നമ്മുടെ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുന്നുവെങ്കിൽ സാത്താൻ നമ്മെ വിട്ടു ഓടുമെന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് നാം ചെല്ലേണ്ടത് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് എന്ന് മാത്രം. നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് സമാധാനം തന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നു. സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമയുടെ മുഖം കാണുന്നത് തന്നെ സമാധാനമില്ലാത്തവർക്ക് ഒരു ആശ്വാസമാണ്. സമാധാനമുള്ള ഒരു വ്യക്തിയുടെ വാക്കുകൾ സമാധാനത്തോടു കൂടിയ വാക്കുകളായിരിക്കും. ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് സമാധാനമായി സംസാരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 66-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എവിടെയെല്ലാം വാഴുമോ അവിടെയെല്ലാം ശാശ്വത സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. ഇസ്രയേലിൽ ദൈവം വാണിരുന്ന കാലങ്ങളിലെല്ലാം ഇസ്രയേലിനെതിരെ ഒരു രാജാവും ശക്തി പ്രാപിച്ചില്ല. അനേകം രാജാക്കന്മാർ ഇസ്രയേലിനെതിരെ നെഞ്ചു വിരിച്ചുകൊണ്ട് വന്നു എങ്കിലും ആയുധധാരികളായ സകല ശത്രുക്കളും വന്നത് ഒരു വഴിയിൽ കൂടി ഐക്യതയോടെ ആയിരുന്നെങ്കിലും തിരിഞ്ഞോടിയത് 7 വഴിയിൽ കൂടി ഐക്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമുക്കും ദൈവാത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ സാധിക്കും. എന്നാൽ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സാധിക്കാത്ത വിധം നാം നമ്മുടെ ഹൃദയം മുഷിയുവാൻ ഇടവരുത്തുകയോ സഹോദരന്മാർക്കെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുകയോ പാപവഴികളിൽ ഏർപ്പെടുകയോ ചെയ്താൽ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സാധിക്കാത്തതിനാൽ അവൻ നമ്മെ വിട്ടു പോകുകയും ദൈവസാന്നിധ്യമില്ലാത്ത സ്ഥലത്ത് തണുപ്പ് അഥവാ വാസസ്ഥലം അന്വേഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നവനായ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കയറി താമസിക്കുകയും ദൈവാത്മാവിൻ്റെ ഐക്യതയെ തകർത്ത് സകല മനുഷ്യർക്കും സകല നന്മയ്ക്കും എതിരെ നാം പാർക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്നും നമ്മെ നാശത്തിൻ്റെ പാതയിലേക്ക് ഓടിച്ച് കളയുകയും ചെയ്യുന്നു. ആകയാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ മാത്രമേ യേശു നമ്മുടെ ഹൃദയത്തിൽ വാഴുകയുള്ളൂ. യേശു നമ്മിൽ വാഴുവാൻ തുടങ്ങിയാൽ നടക്കേണ്ടുന്ന പാത അവൻ കാണിച്ചു തരും. സംസാരിക്കേണ്ട വാക്കുകൾ അവൻ ഉപദേശിച്ചു തരും. എന്ത് തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും എന്ത് കേൾക്കണമെന്നും എന്ത് കാണണമെന്നും യേശു നമ്മെ പഠിപ്പിക്കും. നാം അവനെ അനുസരിച്ച് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ ഭൂമി മുഴുവൻ വരൾച്ച നേരിട്ടാലും നമ്മുടെ വയൽ വെള്ളം കൊണ്ട് നിറയും. ക്ഷാമകാലത്ത് ഇസ്ഹാക്കിന് 100 മേനി വിളഞ്ഞു. പാലും തേനും ഒഴുകുന്ന നാടായ കനാൻ നാട്ടിൽ പോലും ക്ഷാമമുണ്ടായിരുന്നുവെങ്കിലും ജോസഫ് താമസിക്കുന്ന മിസ്രൈമിൽ ക്ഷാമമുണ്ടായിരുന്നില്ല. എന്ന് തന്നെയല്ല, സകല ലോകരാജ്യങ്ങൾക്കും ധാന്യം കൊടുക്കുവാൻ ആ രാജ്യത്തെ ജോസഫ് മൂലം ശക്തീകരിച്ചവനാണ് സ്വർഗത്തിലെ നമ്മുടെ ദൈവം. അത് യഹോവ വിശ്വസ്തന്മാരെ ഭരിക്കുകയും കാക്കുകയും ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നു. 66-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിന് മനുഷ്യരോടുള്ള കരുതലാണ് വെളിപ്പെടുത്തുന്നത്. നമ്മെ ജീവനോടെ കാക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവമാണ്.
കോടിക്കണക്കിന് ജനങ്ങൾ ഭൂമിയിലുണ്ട് എങ്കിലും ഓരോ വ്യക്തിക്കും ദൈവം അടയാളം വെച്ചിട്ടുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ച് എണ്ണിയിട്ടും നക്ഷത്രക്കൂട്ടങ്ങളായ ഗാലക്സികൾ പോലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നക്ഷത്രങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ദൈവം സകല നക്ഷത്രങ്ങളെയും പേര് വിളിക്കുന്നവനാണ് എന്ന് നാം ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ എണ്ണുവാൻ കഴിയാത്ത അത്രയ്ക്ക് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനെല്ലാം പേരിടുകയും പേർ വിളിച്ച് അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നവനായ നമ്മുടെ കർത്താവ് മനുഷ്യരായ നമ്മെ എത്രയധികം അറിയുമെന്ന് നാം ഓർക്കണം. നമുക്കറിയാം, ആധാർ കാർഡ് ലഭിക്കുവാൻ ഏതെല്ലാം അവയവങ്ങൾ നാം ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കണമെന്ന്. ഭൂമിയിലുള്ള ഓരോ വ്യക്തിക്കും തമ്മിൽ തിരിച്ചറിയുവാൻ തക്ക സംവിധാനം ദൈവം ഓരോ വ്യക്തിയിലും വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ എത്ര അത്ഭുതകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ അല്പം അപാകത സംഭവിച്ച് നമ്മുടെ രോമകൂപങ്ങളില്ലാതെ നാം ജനിച്ചിരുന്നെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസിൽ അധികം ചൂടുള്ള നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവൃത്തി മൂലം നാം ചൂട് കൊണ്ട് പൊള്ളി മരിക്കുമായിരുന്നു. അതെ, നമ്മുടെ ദൈവം നമ്മെ കരുതുന്നവനാണ്. സൃഷ്ടിപ്പിൽ അപാകത വരുത്താതെ നമ്മെ ജനിപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിന് നാം ജനിച്ചതിന് ശേഷം നമുക്ക് ഏതെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് നന്നായി അറിയുന്നവനാണ്. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ബലിയാമിനെ കൊടുത്തതുപോലെ നോ എന്ന മറുപടിയാണ് തരുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് നാം പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിനായി കുറുക്കു വഴികൾ തേടാതിരിക്കുന്നതാണ് ബുദ്ധി. അല്പം ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ നന്മ നമുക്ക് തരുവാനാണ് നാം ഉദ്ദേശിച്ച മറുപടി കർത്താവ് തരാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തും. അത് യേശുവിന് നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്. കരുതലും സ്നേഹവുമുണ്ട്. അവൻ നമ്മെ ഈ ഭൂമിയിൽ ജീവനോടെ കാക്കുകയും നിത്യനരകത്തിൽ നാം വീഴാതെ വണ്ണം സൂക്ഷിക്കുകയും ചെയ്യുന്നു. നാം യേശു കാണിച്ചു തരുന്ന ജീവൻ്റെ പാതയിൽ നിത്യജീവനിലേക്ക് പോകുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യണമെന്ന് മാത്രം. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫിൻ്റെ കാൽ വഴുതുവാൻ തുടങ്ങിയതാണ്. മലാഖി പ്രവചനത്തിൽ യഹോവ ഭക്തന്മാരുടെ കാലുകളും വഴുതുവാൻ തുടങ്ങി. ആസാഫ് പറഞ്ഞത്, ഞാൻ പാപത്തെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം തുടങ്ങിയത് മണ്ടത്തരമായി പോയി എന്നാണ്. മലാഖി പ്രവചനത്തിൽ യഹോവ ഭക്തന്മാർ പറഞ്ഞത് യഹോവയ്ക്ക് അഥവാ യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം എന്നാണ്. രണ്ട് കൂട്ടരും യഹോവ ഭക്തന്മാർ. ആസാഫ് അനേകരെ ആശ്വസിപ്പിക്കുകയും ദൈവത്തെ സ്തുതിക്കുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ മലാഖി പ്രവചനത്തിലെ യഹോവ ഭക്തന്മാരും ചിലർക്കാരല്ല, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവർ മടുത്തുപോയി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് അവരുടെ കാര്യമല്ലേ അറിയൂ, എന്നാൽ മിടുക്കന്മാരായി വിലസുന്നു എന്ന് ആസാഫും യഹോവ ഭക്തന്മാരും പറയുന്ന തഴച്ച് വളരുന്ന പാപത്തിൽ മുങ്ങിക്കുളിക്കുന്ന അഹങ്കാരികളുണ്ടല്ലോ, അവർ ഓടി നടക്കുകയാണ് എപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് ചിന്തിച്ചുകൊണ്ട്. കുടുംബത്തിൽ സമാധാനമില്ല, മക്കൾക്ക് സമാധാനമില്ല, കോടികളുടെ കടഭാരം, കുടുംബത്തിനകത്ത് നരകജീവിതം, നേരെ നോക്കി ഭാര്യയോ ഭർത്താവോ സംസാരിക്കാറില്ല, മക്കൾ കഞ്ചാവിന് അടിമകൾ, കുടുംബ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇതാണ് ആസാഫ് കാണുന്ന തടിച്ചുരുണ്ടിരിക്കുന്നവരുടെ യഥാർത്ഥ അവസ്ഥ. അവർക്ക് വളരെ സന്തോഷമാണ് എന്ന് ആസാഫ് ചിന്തിച്ചു. കാരണം പുറത്തിറങ്ങുമ്പോൾ അവർ മിടുക്കന്മാരാണ്. ഇത് എത്രത്തോളം നിൽക്കുമെന്നറിയുവാൻ ഭാഗ്യവശാൽ ആസാഫ് പ്രാർത്ഥനാ മുറിയിൽ കയറി. അപ്പോഴാണ് ദൈവം ആസാഫിനെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. അവർ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ് എന്ന് പറഞ്ഞാൽ എപ്പോൾ അവർ തകരുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥ. ഒരു കൊച്ചു കുരുവി ദൈവത്തോട് പരാതി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ച് മെസ്സേജ് ഉള്ളതിനാൽ യോഗ്യമാണോ അല്ലയോ എന്ന് നോക്കാതെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ആനയെ ചൂണ്ടിക്കൊണ്ട് കുരുവി പറഞ്ഞ പ്രകാരമാണ്, ആനയ്ക്ക് നീ എത്ര ശക്തി കൊടുത്തു, ബലം കൊടുത്തു, കണ്ടോ എത്ര വലിയ തടിയാണ് അവൻ വലിക്കുന്നത്. എനിക്ക് നീ ശക്തി തന്നില്ല, വലിപ്പം തന്നില്ല, നീ എന്നെ ഏറ്റവും ചെറിയ ജീവിയായി സൃഷ്ടിച്ചു. കർത്താവ് ആ പക്ഷിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആനയ്ക്ക് ഞാൻ വലിപ്പമേറിയ ശരീരം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, എന്നാൽ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വലിയ തടി വലിച്ചുകൊണ്ട് പോകുന്നത്. കണ്ടോ അവൻ്റെ മേലുള്ള ചങ്ങല, ആ ചങ്ങല
ആ ചങ്ങല കൊണ്ട് അവനെ കെട്ടിയത് അവൻ്റെ കൂടെ അനുവാദത്തോടെയല്ലേ. അവൻ ധരിച്ചിരിക്കുന്നത് ചങ്ങല പാപ്പാൻ എന്തോ ആവശ്യത്തിന് തൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നാണ്. തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുവാനാണെന്ന് അതിനറിയില്ല. കാരണം ആനയ്ക്ക് ഞാൻ വലിയ ബുദ്ധി കൊടുത്തിട്ടില്ല. എന്നാൽ നീ ചെറിയ ജീവിയാണെങ്കിലും നിന്നെക്കൊണ്ട് ആരും പണിയെടുപ്പിക്കുകയില്ല. മനോഹരമായി കൂടുണ്ടാക്കുവാൻ ഞാൻ നിനക്ക് ബുദ്ധി തന്നില്ലേ? ആകാശത്ത് പറന്ന് നടക്കുവാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും മനോഹരമായ ചിറകുകൾ തന്നില്ലേ? നിന്റെ കൂട് കൊടുങ്കാറ്റിൽ പോലും തകരാത്ത രീതിയിൽ ഉണ്ടാക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ? ഇത്രയും കേട്ടപ്പോൾ കുരുവി പോലും ദൈവത്തിന് തന്നോടുള്ള കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആ കുരുവിയേക്കാളും നമ്മെ കരുതുന്ന ഒരു അപ്പനാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. അവൻ നമ്മുടെ കാൽ വഴുതിപ്പോകാതെ നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഒരു ആവശ്യവും മുടങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. നാം നമ്മുടെ കർത്താവിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതിരുന്നാൽ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളോ ചീറിയടിക്കുന്ന തിരമാലകളോ നാം കാണുകയോ നമ്മെ അവ തകർക്കുകയോ ചെയ്യുകയില്ല. കാരണം കർത്താവ് നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. അവന് നമ്മോട് പറയുവാനുള്ള സന്ദേശം ഒന്ന് മാത്രം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നാണ് തൻ്റെ ഭക്തന്മാരോട് കർത്താവ് തുടർന്ന് പറയുകയാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ കൂടി യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അതെ, യേശുവിന് വേണ്ടി പാപത്തെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന തൻ്റെ മകനെയും മകളെയും യേശു കർത്താവ് ആദരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ചുള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. അന്ന് പാപത്തിൽ രസിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെട്ട് പാപത്തെ വെറുക്കുന്ന തൻ്റെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും അംഗീകാരവും അപ്പോഴാണ് പൂർണ്ണ തോതിൽ ലഭിക്കുകയെന്ന് മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു. ആകയാൽ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ ന്യായപ്രമാണം അനുസരിക്കാം, യേശുവിനെ ആശ്രയിക്കാം, യേശുവിനെ അനുസരിക്കാം. എന്നാൽ നമുക്ക് നിത്യജീവനാവകാശികളായി തീരുവാൻ സാധിക്കും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവർ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കുകയാണമേ. അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. തെറ്റുപറ്റാതെ പാപം ചെയ്യാതെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.